ഒരു നാളും നീ തന്നെ കരുതുന്നു കൺമണി സ്വർഗനാട്ടിലൻ തേടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും എന്നീ മഞ്ഞിൽ യാത്രയിൽ എന്നും കിന്നര മാത്രം എന്നീ മഞ്ഞിൽ യാത്രയിൽ എന്നും കിന്നര മാത്രം എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നു തീരും വേദന എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നു തീരും വേദനകൾ സ്വർഗനാട്ടിലൻ പ്രിയന്തീരും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ തീർന്ന നിൻ സവിദേവര അല്ലൽ തീർന്ന നിൻ സവിദേവര ഇല്ലവാരിശ്രമം സ്വർഗനാട്ടിലൻ പ്രിയന്തേടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു പ്രകൃകാഹളം ആശയേറുന്നേ നിന്നെ കാണുവാൻ യേശുവേ വരണേ ആശയേറുന്നേ നിന്നെ കാണുവാൻ യേശുവേ വരണേ സ്വർഗനാട്ടിലൻ പ്രിയന്തീരും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു പ്രാർത്ഥിക്കുന്നു സാരം കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം കഴിഞ്ഞ ചില ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അത് ഉപദേശപ്രകാരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
നമുക്ക് വചനത്തിൽ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും വലിയ പദവി ഏതാണ്? മനുഷ്യജന്മം, ഒരു മനുഷ്യനായി ജനിച്ചാൽ അത് ഇന്നൊന്നല്ല, ഇന്നലെയെന്നല്ല, നാളെ എന്ന് ജനിച്ചാലും അവനെത്താവുന്ന ഏറ്റവും വലിയ പദവി ഏതാണ്? അവന് ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. ആ പദവിക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വന്നിരിക്കുന്ന വ്യവസ്ഥയാണ് കർത്താവിനെ ശുശ്രൂഷിക്കണം. കർത്താവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി വേല ചെയ്യണമെങ്കിൽ അതിനുള്ള വ്യവസ്ഥ എന്താണ്? അതിനു വേണ്ടിയിട്ട് വ്യവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കണം, പാപമില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ പാപം മോചിക്കപ്പെട്ടവനായിരിക്കണം. പാപം മോചിക്കാൻ എന്താ വഴി? പാപം മോചിക്കാൻ എന്താ വഴി? അത് ശരി. ഈ ലൈൻ വേറെയാണ്. ദൈവത്തിൻ്റെ വചനം പഠിച്ചത് നമ്മളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചവർ മാത്രമേ പാപത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് മോചനം പ്രാപിക്കുള്ളൂ. എന്ത് ചെയ്യണം? ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കും. ഉപദേശം അനുസരിക്കണമെങ്കിൽ ഉപദേശം വെളിപ്പെടണം. ഒരാൾക്ക് ഉപദേശം വെളിപ്പെടണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്താണ്? സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവൻ, അതിന് സമർപ്പിക്കുന്നവനാണ് മാത്രമേ യഥാർത്ഥത്തിൽ ഉപദേശം വെളിപ്പെടുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം അതെന്തായിരുന്നാലും അത് മതി എനിക്ക് എന്ന് ചിന്തിക്കുന്നവൻ, എന്ന് സമർപ്പിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തുന്നതാണ് ഉപദേശം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്നുകൂടെ പറയാലോ. ലോകത്തിലെ ഏറ്റവും വലിയ പദവി ഏതാണ്? കർത്താവിനോട് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതിന് സാധിക്കുന്ന ആർക്കാ? കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാരാ? പാപമോചനം പ്രാപിക്കുന്നു. പാപമോചനം പ്രാപിച്ചതാരാ? ഉപദേശം ഹൃദയപൂർവ്വം അനുസരിക്കുന്നത്. ഉപദേശം എങ്ങനെ കിട്ടും? സ്വന്തം ഇഷ്ടം ത്യജിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നതിന് ദൈവം വെളിപ്പെടുത്തുന്നതാണ് ഉപദേശം. അല്ലാത്തവർക്ക് ഉപദേശം വെളിപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവിധത്തിലും ഉപദേശം എന്തെന്ന് നമ്മൾ അന്വേഷിക്കുന്നതോടൊപ്പം ഏറ്റവും ആദ്യം അറിയേണ്ടത് എൻ്റെ ഇഷ്ടം എന്താവും. എല്ലാവർക്കും അവരവരുടേതായ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി എന്താ? അതിനെ ഉപേക്ഷിക്കണം. അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം ആ സമയത്ത് ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയുള്ളവർക്ക് ദൈവം ഉപദേശം വെളിപ്പെടുത്തും. ആ ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിയുമ്പോൾ പാപമോചനം ലഭിക്കും. പാപമോചനം ലഭിച്ചവർക്ക് ദൈവത്തെ ശുശ്രൂഷക്കാരനായി തീരാൻ സാധിക്കും. ശുശ്രൂഷക്കാരനായി തീർന്നാൽ ഇനി അതിൻ്റെ വചനം പറയാം. ഏറ്റവും വലിയ പദവി കർത്താവിനോടൊപ്പം ഇരിക്കില്ല എന്ന് പറയും. അതിൻ്റെ വചനം ഏതാണ്? എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോട് കൂടി ഇരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വചനം ചോദിച്ചാൽ മതി. എന്നെ ശുശ്രൂഷിക്കുന്നവൻ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷിക്കുന്നവനും. ഇനി ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ റോമാലേഖനം 6:22. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആർക്ക് ദാസന്മാരാണ്? ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന് ദാസന്മാരാണ്. പാപത്തിന് ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന് ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ ആരാ?
പാപം. ദാസനാരാ? മനുഷ്യൻ. പാപം ചെയ്യുന്നവൻ. അപ്പോൾ യജമാനൻ പാപം, ദാസൻ പാപം ചെയ്യുന്നവൻ. യജമാനൻ പറയുന്നതാണ് ആരനുസരിക്കുന്നത്? പാപം. പാപം ചെയ്യുന്നവൻ അനുസരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് ആരാണ്? ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് ഒരു ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അനുഭവങ്ങൾ കൊണ്ടോ പാപം ചെയ്യാതിരിക്കാൻ ഒരു ദിവസമെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല, സാധിക്കില്ല. മനുഷ്യ പ്രകൃതിയാണ്. മനുഷ്യന്റെ പ്രകൃതി തന്നെ അതാണ്. കാരണം അവൻ പാപജഡത്തിൽ ജനിച്ചവനാണ്. ഈ ജനനം തന്നെ പാപത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അവനിൽ വരുന്നതാണ് പാപ ഇച്ഛ. പാപ ഇച്ഛ വന്നു കഴിഞ്ഞാൽ അതിന് സംസാരം പ്രയോജനം പ്രവർത്തി വരും. ഇതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആർക്ക് കഴിയും? ഇതിൽ നിന്ന് ആർക്ക് വിടുവിക്കപ്പെടാൻ കഴിയും? അതിനാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഈ ലോകത്ത് ജയിക്കാനായിട്ട് മനുഷ്യൻ അധ്വാനിച്ച അധ്വാനങ്ങൾ നമ്മൾ ലോകത്തിലെ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ മഹാന്മാരുടെ, നമ്മളിപ്പോൾ ഇന്ത്യക്കാർ മഹാത്മാഗാന്ധി എന്ന് പറയുന്നവർ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, മെഗസ്തനീസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മെഗസ്തനീസിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ചുട്ടുപഴുത്ത മണലിൽ കിടക്കും, വെയിൽ രാവിലെ മുതലേ വെയിൽ കൊള്ളും. എന്തിനു വേണ്ടിയിട്ടാണ്? ജഡത്തെ ദണ്ഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജഡത്തെ ദണ്ഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ബൈബിൾ പറയുന്നത് എന്താ? ജഡാഭിലാഷം അടക്കാൻ ഇതൊന്നുകൂടൊന്നും സാധിക്കില്ല. അതിനേതാ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിച്ചു. എന്തൊക്കെയാണ് ജ്ഞാനികൾ, ഈ ലോകത്തിലെ ജ്ഞാനികൾ ചെയ്ത പണികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്? ജഡത്തെയും ലോകത്തെയും ജയിക്കാനായിട്ട് ഈ ലോകത്തിലുള്ള പണ്ഡിതന്മാർ അധ്വാനം എഴുതിയേക്കണേ. അവരെന്ത് ചെയ്തു? ജഡത്തെ ദണ്ഡിപ്പിച്ചു, തന്നെത്താൻ താഴ്ത്തി. എന്ന് പറഞ്ഞാൽ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും സ്വേച്ഛാരാധനയിലും ശരീരം ഉപേക്ഷിക്കും. ശരീരം എത്ര വന്നാലും ഈ തപസ് ചെയ്യുന്നവരൊക്കെ, നമ്മളൊരു സന്യാസിയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നു. ഒടുവിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സ് വേദന എടുത്തിട്ട് തൻ്റെ മോഷ്ടിച്ച കൈകൾ വെട്ടിക്കളഞ്ഞു. അങ്ങനെ കൈയില്ലാത്തവനായിട്ട് ജീവിക്കേണ്ടതായിരുന്നു. ആ കൈയില്ലാത്തവനോട് അങ്ങനെ മാനസാന്തരപ്പെട്ട് ഇനി ഞാൻ ഒരു മനുഷ്യൻ്റെയും മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യനോട് സുവിശേഷം പറയും. നമ്മുടെ സാധു സുന്ദർ സിംഗ് ഉപദേശം പറയും. അപ്പോൾ സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ കൂടിയേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ ഇയാളെന്നല്ല ഞാൻ ഈ സുവിശേഷകനെ ഉപദ്രവിക്കാനായിട്ട്. അപ്പോൾ ആ മാനസാന്തരം ഒന്നും പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ കാരണമായി തീർന്നില്ല. ശരീരത്തിൻ്റെ ഉപേക്ഷയും ശരീരത്തിൻ്റെ പീഡനവും ഒക്കെ സാധിക്കും. ഇത് സാധിക്കില്ല. ജഡാഭിലാഷം അടക്കാൻ. ഈ ജഡത്തിൻ്റെ അഭിലാഷമുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്യണ്ട, അല്ലാതെ തന്നെ ഈ ജഡം പാപം ചെയ്യും. അത് ജഡത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ജഡത്തിൽ നന്മ വസിച്ചിരിപ്പില്ല. ഈ ജഡത്തിൽ തിന്മ വസിച്ചിരിക്കുന്നതാണ്. ആകാശ സൈന്യത്തിൻ്റെ
ആകാശ സൈന്യമായ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും സ്വാധീനത്താൽ ഈ ശരീരം അല്ലാതെ തന്നെ പാപം ചെയ്യും. കാരണം അതിൻ്റെ സ്വാധീനത്താൽ മനുഷ്യൻ്റെ സ്വഭാവം പൈശാചികമായി തീരാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യനും ഇത് സാധിക്കാതിരിക്കുമ്പോൾ ആണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ ഇതിലൊന്നിനും സാധിക്കാതെ മനുഷ്യന് പാപം ഭജിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വഴിയാണ് സഭ ഉപദേശം എന്ന് പറയും. എങ്ങനെയാണ് ഉപദേശത്താൽ ഒരാൾ പാപത്തെ മോചിക്കുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത് തന്നെ ഈ ലോകം മുഴുവനും ഉത്തരം മുട്ടി നിൽക്കുന്ന വിഷയം, എങ്ങനെ ഈ ജഡാഭിലാഷം ഒന്നും പോകാറ്. കണ്ണു തുറന്നാൽ മോഹം ഉണ്ടാവും, ആകർഷണം ഉണ്ടാവും. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഇതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, വചനം പറയുന്നത് എന്താ? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളും നിങ്ങൾക്ക് ഹൃദയപൂർവ്വം അത് ആചരിക്കാതിരിക്കാൻ സാധിക്കില്ല. സമയമാകുമ്പോൾ തെറ്റിപ്പോകും. പക്ഷെ നിങ്ങൾ ഒരു കൽപ്പന സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം ജയിക്കാൻ സാധിക്കും. ഏത് കൽപ്പനയാണ്? ഇവിടെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു. നിങ്ങളെ കൊണ്ടാവില്ല. വിചാരം ചെയ്യരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്, ഉള്ള സെക്ഷൻ ഇതൊന്നും ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെങ്കിലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. പക്ഷേ ഇതിനെ ജയിക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് സഹോദരനെ സ്നേഹിക്കാൻ. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. 11:9 വായിക്കും റോമാലേഖനം. റോമാലേഖനം 13:9. ആ വാക്ക് ഓർത്ത് വേണം. കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. ഒറ്റ വാക്യം മതി. നമുക്ക് കർത്താവ് കൂട്ടു സഹോദരനായി കാണിച്ചു തന്ന ഒരു സഹോദരനാണ്. അവരുമായിട്ടുള്ള ബന്ധം ഇവിടെ തുടങ്ങിയതല്ല. പിന്നെ എവിടെ തുടങ്ങിയതാ? ഇവിടെ വരുന്നതിന് മുമ്പ് ലോകത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തപ്പോൾ ഒരാളെയായിട്ടല്ല തിരഞ്ഞെടുത്തത്. അപ്പോൾ ഷിൻഡോയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഷിൻഡോയെ മാത്രമല്ല തിരഞ്ഞെടുത്തത്. മോശയെ തിരഞ്ഞെടുത്തപ്പോൾ കൂടെ ആരെയൊക്കെ തിരഞ്ഞെടുത്ത്? അഹരോൻ, മിറിയാം, അവർ 3 പേരെ തിരഞ്ഞെടുത്തു. ഇവർ 3 പേര് തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് അഹരോനെന്നും മിറിയാമെന്നൊന്നും കാണുന്ന പേര് അല്ല, അവർ ആത്മീയ മണ്ഡലങ്ങളില്ല. അപ്പോൾ അവരെ മനുഷ്യ ജന്മത്തിന് വേണ്ടി ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് അവരെ അയച്ചു എന്നപ്പോൾ ഒരാൾ പെണ്ണായിട്ട് ജനിച്ചു. ഏറ്റവും മൂത്ത അഹരോൻ ജനിച്ചു. അവരുടേക്കാൾ 3 വയസ്സ് കുറവുള്ളവനായി മോശ ജനിച്ചു. 3 അപ്പൻ അമ്രാം, അമ്മ യോഹേബേൽ. ഇങ്ങനെ വിവിധ എല്ലാവരും കൂടിയതുപോലെ കൂടി വന്നു. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം ഇവർ ഓരോരുത്തരും ഓരോ വഴിക്ക് അങ്ങോട്ട് ജീവിതം തുടങ്ങി. പക്ഷേ ഈ ലോകത്ത് വന്നതിന് ശേഷം ഇവരെത്ര പഠിച്ചാലും, ഇവരെത്ര ജ്ഞാനം പ്രാപിച്ചാലും, എത്ര ശക്തി പ്രാപിച്ചാലും ഈ ലോകത്തെ ജയിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഇവരെയൊക്കെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഇവരെക്കൊണ്ട് സാധിക്കണമെങ്കിൽ ഇത് എൻ്റെ ഇവിടെ വരുന്നതിന് മുമ്പ്, ഞാൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ കൂട്ടു സഹോദരനാണ് ഇതെന്ന് ഞാൻ അറിയണം. മനസ്സിലായില്ലേ? ഇപ്പോൾ സാലുവും ഷിൻഡോയും തമ്മിൽ കാണാനോ പരിചയപ്പെടാനുള്ള സമയം പോലും ഇല്ല, സാഹചര്യം പോലും ഇല്ല. നിങ്ങൾ ബന്ധുക്കളല്ല, നിങ്ങൾ 2 സംസ്കാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, 2 ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇത് നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെടും, എങ്ങനെ കാണും? അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതിന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണ് തുറക്കാനായിട്ട് 2 ഘട്ടങ്ങളാണ്. കണ്ണടഞ്ഞു പോകാനായിട്ട്, കണ്ണ് തുറക്കാനായിട്ട് 2 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടമാണ്
നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ കണ്ണു തുറന്നത്. അതായത് സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. ഹവ്വയോട് പറഞ്ഞത് പ്രകാരമാണ്. ചോദിച്ചു, ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സർപ്പം പറഞ്ഞ് ഇല്ല, മരിക്കില്ല. ഇതിലൊരു വിഷയമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദൈവത്തിനറിയാം. എന്താ അറിയാമോ? ഈ ഫലം തിന്നുന്ന നാളിൽ ദൈവത്തെപ്പോലെ ആവുമെന്ന് ദൈവത്തിനറിയാം. അതാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഹവ്വ ചിന്തിച്ചപ്പോൾ ശരി, ദൈവം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫലം തിന്നതിന് കുഴപ്പം, ഇത് തിന്നു കഴിഞ്ഞാൽ ദൈവത്തെപ്പോലെ ആകും, അല്ലെങ്കിൽ പിന്നെ അത് എടുക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ആ വാക്ക് ആദ്യം അങ്ങ് വിശ്വസിച്ച് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. എന്ത് കാഴ്ച കണ്ടു? ആ വൃക്ഷഫലം നല്ലതെന്ന് കണ്ടു. അതിന് തലേദിവസം വരെ കണ്ടില്ല. അതിന് തലേദിവസം വരെ ആ വൃക്ഷഫലത്തിന് നന്മ കണ്ടില്ല. അന്ന് ആ വൃക്ഷത്തിന് നന്മ കണ്ടു. പറിച്ചു നിന്നോടുകൂടി വീണ്ടും കാഴ്ച മാറി. ഞങ്ങളുടെ ശരീരത്തിൽ തങ്ങൾ നഗ്നരെന്ന് കണ്ടു. അപ്പോൾ കാഴ്ചപ്പാട് എത്ര ഘട്ടങ്ങളുണ്ടാണ് മാറണേ? ഒരു മനുഷ്യൻ്റെ കാഴ്ച എത്ര ഘട്ടങ്ങളുണ്ടാണ് മാറണേ? 1, വചനം കേൾക്കുമ്പോൾ. 2, വചനം അനുസരിക്കുമ്പോൾ. സാധാരണ വചനം കേട്ട് വിശ്വസിച്ചപ്പോൾ ദൃഷ്ടി മാറി, ദൃഷ്ടഫലം നല്ലതെന്ന് കണ്ടു. അനുസരിച്ചപ്പോൾ നഗ്നരെന്നും കണ്ടു. ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിലാക്കണം. ലോകസ്ഥാനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത അഹ്റോനും മിര്യാമും മോശയും ലോകത്തിൽ വന്ന് ജനിച്ചു. ഇതുപോലെ ഈ ലോകത്തിൽ നമ്മൾ വന്ന് ജനിച്ചു. ഇവിടെ വന്ന് ജനിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ളവനെ സന്ദർശിച്ചു. സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ഒരാളെ ദൈവം കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ ആരും സാലുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ വചനം വെളിപ്പെടുത്തും, ഉപദേശം വെളിപ്പെടുത്തും. സുവിശേഷം മാത്രമല്ല പറയുന്നത്, ഉപദേശ രൂപത്തിൽ സുവിശേഷം വെളിപ്പെടുത്തും. സുവിശേഷം പൊതുവായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നതാണ്. ആ സുവിശേഷം ഈ ലോകത്തിൽ കാണുന്ന പോലെയല്ല, ഉപദേശപ്രകാരമുള്ള സത്യവചനം എന്നാ പറയുന്നത്. അപ്പോൾ വചനത്തിന് 2 വശമുണ്ട്. ഉപദേശപ്രകാരമുള്ള വചനമുണ്ട്, അല്ലാതെ വെറും സുവിശേഷമുണ്ട്. ഉപദേശപ്രകാരമുള്ള സത്യവചനം വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് കൊടുക്കും. ആ ഉപദേശപ്രകാരമുള്ള വചനം ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ്റെ കണ്ണങ്ങ് തുറക്കും. സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുന്നതിനേക്കാൾ ഉപരിയാണ് ഈ ഇതിൽ വന്നതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് ഗ്രഹിച്ചു കഴിയുമ്പോൾ, ഉപദേശപ്രകാരം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് വ്യത്യാസം വരും. നമുക്ക് മനസ്സിലാവണ്ടേ? കാരണം ഉപദേശം ഇതിനു മുമ്പ് നമുക്ക് ഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഗ്രഹിച്ചപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറിയിട്ടില്ലേ? കാഴ്ചപ്പാട് മാറുന്നതാണ്. അങ്ങനെ കണ്ണു തുറക്കുന്നത്, ആ കണ്ണു തുറന്ന് ലഭിച്ചത് ഹൃദയപൂർവ്വം അങ്ങ് അനുസരിക്കുക. ദൈവമേ, ഞാൻ ഇത്രയും കാലം ഒന്നും ഗ്രഹിച്ചില്ല. ഇത് കണ്ണു തുറന്നാൽ നിശ്ചയമായിട്ടും അവൻ ഫലം കായ്ക്കുന്ന. അതാണ് കൊലോസ്യ ലേഖനം 1:6 പറയുന്നത്. എന്താണ്? ദൈവകൃപയെ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ സകല ലോകത്തിലും എന്ന പോലെ ഫലം കായ്ച്ചു വരും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഫലം കായ്ക്കാതിരിക്കില്ല. ഈ ഫലം കായ്ക്കുന്ന സമയത്ത് ഉപദേശം കേട്ടു, ഉപദേശം അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വചനം പറയുന്നത് എന്താ? ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാപമോചനം സംഭവിക്കും. പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് അടിമത്വം മാറിക്കഴിഞ്ഞാൽ, അവിടെ പല കാര്യങ്ങളും സംഭവിക്കും. കാരണം മറ്റൊരാളുടെ അടിമയെ കർത്താവ് അടിമയായി സ്വീകരിക്കില്ല. കർത്താവ് ദാസനായി സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ അടിമയെ കർത്താവ് എടുക്കില്ല. ഇപ്പം മറ്റൊരാളുടെ അടിമയെന്ന് പറഞ്ഞാൽ ആരുടെ അടിമയാണ്?
പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ അടിമയാണ്. അത് കർത്താവ് എടുക്കില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ വിടുവിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ? ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ, അല്ലാതെ വേറെ വഴിയില്ല. അത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി ഇത് പഠിക്കരുത്. അത് ഈ ലോകത്ത് നടക്കുന്ന സുവിശേഷം കേൾക്കുന്നുണ്ട്, അവിടെ അത് കേട്ട് വിശ്വസിക്കുമ്പോൾ ആത്മാവിനെ പ്രാപിക്കുന്നുണ്ട്. അത് വഴികൾ അതങ്ങനെ നടക്കും. അതല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ സുവിശേഷത്തിൽ കിടക്കുന്ന അതിസൂക്ഷ്മ വഴിയാണ്. ആ വഴിയെ കണ്ടെത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത്. ഒരു മനുഷ്യ ജന്മത്തിൽ ജീവൻ വന്നു, ജീവൻ കിട്ടി, പക്ഷെ വഴി മറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ആ വഴി കാണാതെ വന്ന് ദൈവം മറിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് ആ ജന്മം കൊണ്ട് എന്ത് പ്രയോജനമാണ്? അപ്പം അതിന് മറിച്ച് നോക്കി, വഴി തുറന്നും കിട്ടി, നമ്മളെ കർത്താവ് നിരോധിക്കാതെ അത് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവനും കൊണ്ട് എന്താ നമുക്കുള്ള ഭാഗ്യം എന്താ? അങ്ങനെ പഠിക്കുമ്പോഴേ ഇതിൻ്റെ വഴിയറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലില്ലേ, വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും, അത് മറന്നു പോകരുത്, വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും. ബാക്കി ഇയ്യോബിന്റെ പുസ്തകം 3:23 അധ്യായത്തിൽ കാണാതെ എവിടെ ചെന്നാലും ഓർത്തിരിക്കേണ്ടതാ. ഒരു 10 പ്രാവശ്യം മനസ്സിലാകുന്ന ഓർത്തോളണം. അത് ഞാൻ പറഞ്ഞില്ല, അത് നോക്കി വായിക്കാൻ പറ്റും. വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യെരുശലേമിൽ നിന്ന് 2 ശിഷ്യന്മാര് എമ്മോസിലേക്കുള്ള ഗ്രാമത്തിലേക്ക് പോവാ. അപ്പോൾ യേശു അടുത്ത് ചെന്ന്, ഇതെന്താ നിങ്ങളീ സംസാരിക്കണമെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ച് പോകുമ്പോഴേക്കും അവർ നോക്കി യേശുവിനെ അറിയാതിരിക്കാൻ യേശു എൻ്റെ കണ്ണ് നിരോധിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? മനുഷ്യൻ ഇവൻ ഒരിക്കലും ദൈവഹിതം ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും മറിഞ്ഞു പോകും. ഏത് രണ്ടും? വഴി മറിഞ്ഞു പോകും, കാണാതെ വണ്ണം. ഇത് തന്നെയാണ് ലോകത്തിലെ അനുഭവം. ഇവർക്ക് ജീവനെ കൊടുക്കുന്നത് എന്തിനാണ്? എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം എന്ത് കൊടുക്കുന്നു? വഴി കാണിച്ചു കൊടുക്കുന്നു. കണ്ണിൻ്റെ നിരോധനം മാറ്റുന്നു. കണ്ണിൻ്റെ നിരോധനം മാറ്റി എന്ത് സംഭവിക്കുന്നു പറഞ്ഞു? കണ്ണിൻ്റെ നിരോധനം മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ 2 ഘട്ടത്തിലായിട്ട് കാണാം. ഒന്ന്, വചനം കേൾക്കുമ്പോൾ. 2, അനുസരിക്കുമ്പോൾ. വചനം കേട്ടപ്പോൾ, വിശ്വസിച്ചപ്പോൾ വൃക്ഷഫലം നല്ലതെന്ന് കണ്ടു, അനുസരിച്ചപ്പോൾ നഗ്നരെന്ന് കണ്ടു. ഇതുപോലെ ഉപദേശം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉപദേശം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ണു തുറക്കുന്നു. അത് ഹൃദയപൂർവ്വം അനുസരിക്കും. അവിടെയാണ് അതിൻ്റെ വിഷയം. ഹൃദയപൂർവ്വം അനുസരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 15-20 വർഷം മുമ്പ് സുവിശേഷം കേട്ടവരാണ്. 15 വർഷം മുമ്പ് അത് വിശ്വസിച്ച് വരിക. അന്ന് കണ്ണും തുറന്നു വയ്ക്കുകയാണ്. പക്ഷേ അനുസരിക്കുകയും ചെയ്തു. ഇതുവല്ലം ചെയ്ത് അറിഞ്ഞിട്ടാണോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ ഒരു സഹോദരി വന്ന് ചോദിച്ച് സ്നാനപ്പെട്ടതാണോ? അതെ. സ്നാനപ്പെട്ടപ്പോൾ എന്തിനാ സ്നാനപ്പെട്ടെ? അതവിടെ സഭയിൽ ഏത് നാമത്തിൽ സ്നാനപ്പെട്ടെ അറിയാൻ മേല. എന്തിനാ സ്നാനപ്പെട്ടെ അതും അറിയാൻ പാടില്ല. എന്നാ പിന്നെ അതുകൊണ്ടെന്ത് പ്രയോജനം? അങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെ അനുസരിക്കണം? ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം എന്താ അറിയാം? ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവനെ ദൈവത്തിൻ്റെ വചനം ഗ്രഹിപ്പിച്ചാൽ, വചനമായിട്ടാണ് അവൻ കേട്ട് വിശ്വസിക്കുന്നതെങ്കിൽ അത് അവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആ വചനം കേൾക്കുന്നു, പിന്നെ വിശ്വസിച്ച് വചനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഈ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം വ്യാപരിക്കണമെങ്കിൽ ഇവൻ ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ കൈക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ അത് കൈക്കൊള്ളണം. അതിന് ഉള്ള വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊള്ളണമെങ്കിൽ അയാൾ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കും.
അപ്പം അതുപോലെ വേണം അത് കൈക്കൊള്ളാൻ. ഈ വചനം മനുഷ്യൻ കേട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ അത് കണ്ണു തുറന്നതാണ്. പക്ഷേ അന്ന് ഇതുവല്ലോ അറിയോ, യഥാർത്ഥത്തിൽ ഈ സ്നാനം ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് വല്ലതും അറിയാമോ? അറിയാൻ പാടില്ല. അന്ന് കേട്ടു, അന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ആഴം പിടിച്ചു, ഇതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ചതോടുകൂടി ഉപദേശത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് വ്യത്യാസമാണ്. ഈ സമയത്ത് നമ്മുടെ കണ്ണു തുറക്കുമ്പോൾ കർത്താവ് ഈ ആളെ കാണിച്ചു തരും. ആരെ കാണിച്ചു തരും? നമ്മുടെ കൂട്ടു സഹോദരനെ. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ എന്നെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, ഒരാളെ തന്നെ ഒരിക്കലും തിരഞ്ഞെടുത്തിട്ടില്ല. അതായിട്ട് ആദ്യം പഠിച്ചോണം. നമുക്ക് അവകാശം എവിടെയാണ്? വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ. നമുക്ക് തന്നെ അവകാശമില്ല. ആരോട് കൂടി ആവശ്യം? വിശുദ്ധീകരിക്കപ്പെട്ട ഇടയിലാണ്. സഹോദരനോട് കൂടിയും നമുക്ക് ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത ഒരാളെ അല്ല, നമ്മളെ മാത്രമല്ല, പിന്നെ ആരാ? നമ്മുടെ ഒരു കൂട്ടു സഹോദരനും. അന്ന് ഞങ്ങളെ തമ്മിൽ ഒന്നിച്ച് തിരഞ്ഞെടുത്തതാണ്. ഈ ആളെ കണ്ടെത്തുന്നത് വരെയും നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഈ ആളെ കണ്ടെത്തുന്നത് വരെയും നമ്മുടെ ഉള്ളിൽ ഒരു യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇത് ലോകത്തിൽ എല്ലാവരും ഇത് കണ്ടെത്തുക ഇല്ല, കണ്ടെത്തുന്നില്ല. അത് വിശ്വാസത്തിൽ വരുന്നു, സുവിശേഷം മനസ്സിലാക്കുന്നു, സ്നാനപ്പെടുന്നു, ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ വഴി പ്രാപ്തമല്ല അനേകർക്ക്. അതിപ്പോൾ ഇതന്നെ ഇവിടെ നമുക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ അടുത്ത സഭ, അല്ലെങ്കിൽ അടുത്ത സഭ, ഇല്ലെങ്കിൽ അടുത്ത ഇങ്ങനെ അങ്ങോട്ട് കാലങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതല്ലാതെ വ്യക്തമായ രീതിയിൽ ഇതിനൊരു വഴിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. എന്തായിരുന്നാലും കർത്താവ് വചനം പറയുന്നത് നമ്മൾ പഠിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കണ്ണിൻ്റെ കാഴ്ചപ്പാട് മാറി. ഈ കാഴ്ചയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് ആരെ? നമ്മുടെ കൂട്ടു സഹോദരൻ. ആ കൂട്ടു സഹോദരൻ എന്ന് പറയുന്നത് നമുക്ക് വെച്ച് മാറാവുന്നതല്ല. ഒരിക്കലും ഈ ഇങ്ങനെ കിട്ടുന്ന, ഇങ്ങനെ നമ്മുടെ കണ്ണിന് വെളിപ്പെടുന്ന സഹോദരൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഏതൊക്കെയാണ്? കൂട്ടുകാരന് അപമാനം വരുത്തുക, കൂട്ടുകാരനോട് പോഷ്ക്ക് സംസാരിക്കുക, പിന്നെ കൂട്ടുകാരനോട് കയർക്കുക, പിന്നെ കൂട്ടുകാരൻ്റെ രഹസ്യം വെളിപ്പെടുത്തുക, പിന്നെ ജഡീക വിഷയങ്ങൾ ചതിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ ചില സഭകളിൽ വിവാഹത്തിന് കല്യാണത്തിന് ആലോചന വന്നു നിൽക്കാം. കല്യാണത്തിന് ആലോചന വന്നിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കല്യാണ ആലോചനയാണ്. ഒന്ന് ചോദിച്ച് എങ്ങനെയുണ്ട്? വെറുതെ, അതായത് ആ വിവാഹത്തിന് അവന് സ്വന്തം സഹോദരന് വിരോധമായിട്ടാവും നിന്ന്. വചനം പറയുന്നത്, ദശമിക്ക ലേഖനം പറയുന്നത് ഇതുപോലെ അപകടം പിടിച്ചൊരു കാര്യം എന്നറിയോ? അത് ഇങ്ങനെയുള്ള വിഷയം. അതുകൊണ്ട് ആ വിഷയം തന്നെ, അതായത് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ വിവാഹത്തെ സംബന്ധിച്ച് ചോദിക്കരുത്, അവിവേകമായിട്ടൊരു കാര്യത്തിൽ അവനിൽ ഇടപെടരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് ഈ മുൻ നിയമിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ. ഇത് സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ വചനം പറയുന്നത് ഈ കാര്യങ്ങളിലൊന്നും ഇടർച്ചയില്ലാതെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ഈ ശരീരത്തിൽ എന്തുണ്ടെന്നാ പറയുന്നത്? നമ്മുടെ പാവം, ജഡ അഭിലാഷം. നമ്മൾ അറിയാതെ തന്നെ ഇതിൽ അഭിലാഷം കിടപ്പുണ്ട്. ഈ ജഡത്തിൽ അഭിലാഷം കിടപ്പുണ്ട്. ഈ ജഡാഭിലാഷം കെടുത്താനായിട്ട് ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് നമുക്ക് ഉപദേശം വെളിപ്പെടുത്തി കിട്ടിക്കഴിയുമ്പോൾ കണ്ണു തുറന്ന് ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണു തുറന്ന് നമ്മെ കാണിച്ചു തരുന്ന നമ്മുടെ കൂട്ടു സഹോദരനെ മറ്റെന്തിനേക്കാൾ, അതായത് അതിന് അവൻ നമ്മളോട് അവിശ്വസത കാണിച്ചാലും നാം അവനോട് വിശ്വസത കാണിച്ച് നിൽക്കുന്നുവെങ്കിൽ ഒടുവിൽ ഈ ജഡത്തിന്മേലും ഈ ലോകത്തിന്മേലും നക്ഷത്ര രാശികൾക്കുമേലും എന്ത് തരും പറഞ്ഞേ? ദൈവം ജയം തരും. ഇവർക്ക് മാത്രമേ കർത്താവിനോട് കൂടെ കർത്താവ് എന്തായിട്ട് എടുക്കുള്ളൂ? ഇവൻ മാത്രമേ എന്തിലേക്ക് വരുന്നുള്ളൂ? ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇവനാണ് ആര്? ഇവൻ അടിമയല്ല.
ഇവൻ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ചവനാണ്. അതുകൊണ്ടാണ് വചനം നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാരണം സഹോദരങ്ങളെ സ്നേഹിക്കുന്നയാൾ, അതിൻ്റെ 3:12 വെച്ച് എത്രാമത്തെ 3:13. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കാൻ അറിയാം. ഈ ഒരു ഒറ്റ കാര്യം, അടിമത്തം മാറിപ്പോയതാണ്. യജമാനൻ മാറി, മരണം, അവൻ ഉപയോഗിക്കുന്ന പാപം, ഈ 2 കാര്യത്തിന് അവരായിരുന്നു നമ്മുടെ യജമാനന്മാർ. ഏതൊക്കെയാ? പാപം, അത് ചെയ്യിക്കുന്ന മരണം എന്ന പിശാച്. ഇവർ 2 പേരാണ് നമ്മുടെ യജമാനന്മാർ. ഈ യജമാനനെ മാറ്റിക്കഴിഞ്ഞാൽ മാറി എന്നൊക്കെ പറയുന്നത് അതെല്ലാം വെറുതെ നമ്മൾ പ്രസംഗിക്കാം എന്നുള്ളതല്ല. ഇന്നും ഈ വിഷയത്തിന്മേൽ രാവും പകലും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ പറയുന്നത്. അത്ര ഭയങ്കരമാണ്. സാധിക്കില്ല. ഇത് സാധിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഇത് സാധിക്കാൻ ഒറ്റ വഴി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ നിങ്ങളത് ഓർത്തുകൊള്ളണം. സന്ദർഭങ്ങൾ, അതായത് നമുക്ക് അങ്ങനെ വെളിപ്പെടുത്തി തന്ന നമ്മുടെ സഹോദരൻ, കൂട്ടു സഹോദരനെ ഒരു കലർപ്പുമില്ലാതെ, മറയില്ലാതെ, എന്നെപ്പോൾ തന്നെ അവൻ്റെ ശ്രേയസിനും നന്മയ്ക്കും വേണ്ടി ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലൊരു പ്രത്യേക ഹൃദയാവസ്ഥ അങ്ങ് നിറഞ്ഞു. ഈ രക്ഷയുടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം അത്. അതുകൊണ്ട് മാത്രം അതാണ് ഈ മരുന്ന്. എന്തിനുള്ള മരുന്ന്? ഈ ജഡത്തിൻ്റെ അഭിലാഷത്തെ അടക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്. മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച്, ആ ദാസ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഇങ്ങനെ സ്വതന്ത്രനായി നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, അവനിപ്പോൾ അടിമയല്ല, അവൻ എൻ്റെ ദാസനാകട്ടെ എന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. കർത്താവിൻ്റെ സഹോദരൻ ആ വാക്യം വായിച്ച് 3:6-18 23 റോമർ 17-18 വായിച്ചു വായിക്കും. നിങ്ങൾ ആരായിരുന്നു? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എങ്കിലും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് സ്തോത്രം. ഇനി 23 വായിക്കും. 22 വായിക്കും. പാപത്തിൽ നിന്ന് ഇപ്രകാരം എന്ത് ചെയ്യുന്നു? പാപത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ ദുഷ്ടനിൽ നിന്ന്, ആ യജമാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിക്കോളും. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദൈവദാസന്മാരായിട്ട്, കർത്താവ് ദാസന്മാരായിട്ട് തിരഞ്ഞെടുത്ത് മാറ്റുന്നത്. അവൻ അടിമയില്ല. ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ, ഇനി അത് കർത്താവ് ദാസന്മാരായാലും എല്ലാവർക്കും കൊള്ളാം. അങ്ങനെ സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അതിൻ്റെ കൊള്ളാം. ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ഞാൻ അത് മനസ്സിലാകത്തോടെ പറയാം, ഞാൻ എൻ്റെ കൂട്ടു സഹോദരനായിട്ട് തന്നിരിക്കുന്ന സഹോദരനാണ് ഇതെങ്കിൽ, എൻ്റെ കൂട്ടു സഹോദരനായിട്ട് നിൽക്കുന്ന കാലത്തോളം ഹൃദയപൂർവ്വം അവനുമായിട്ട് എന്നെ പോലെ തന്നെ അവനെ ഞാൻ കണക്കൂട്ടി നിൽക്കുന്ന കാലത്തോളം ഇതിന്മേൽ ഞാൻ അടിമത്വമില്ലാതെ നിൽക്കുക. ഒരു ശകല സമയം കൊണ്ട് എനിക്ക് ആ മനുഷ്യരോട് നീരസം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഉയരും ഈ ജഡത്തിൻ്റെ മോഹം. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം, അത് പരീക്ഷിച്ച് നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉയരും. കാരണം ഈ അടിമത്വത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ നിന്ന് ഇവനെ വിടുവിച്ച് കൊണ്ടുപോകാൻ സദാസമയം പോരാടുന്ന പോരാട്ടമാണ്. അതുകൊണ്ട് കർത്താവ് വചനം പറയുന്നത്, ഈ അടിമത്വത്തെ വിടുവിച്ച് ഇങ്ങനെ കർത്താവ് ദാസന്മാരായി തീർന്നു. കർത്താവ് ദാസന്മാരായി തീർന്നാലോ? കർത്താവ് ദാസന്മാരായി തീർന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഒരു ശുശ്രൂഷ തുറന്നതാണ്. തുറന്ന് വായിച്ചോ, 22 ബാക്കി തുറന്ന് വായിച്ചോ. ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് ഇതാണ് വിശുദ്ധീകരണം. എവിടെ ഇരിക്കാനുള്ള വിശുദ്ധീകരണം? ദൈവസിംഹാസനത്തിൽ യേശുവിനോട് കൂടെ ഇരിക്കാനുള്ള വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഏകമാർഗം ഇതാണ്. യേശുവിനോട് കൂടി ലോകത്തിൽ, വീണ്ടും ഞാൻ പറയാം, ലോകത്തിൽ ഏറ്റവും വലിയ പദവി ഏതാണ്?
യേശുവിനോടുകൂടെ ദൈവസിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കണമെങ്കിൽ അവൻ എന്തായിരിക്കണം? കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിരിക്കണം. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അടിമത്വത്തിൽ നിന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നവരെ മാത്രമേ വയ്ക്കുള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കണം. ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേശം വെളിപ്പെടണം. ഉപദേശം വെളിപ്പെടണമെങ്കിലോ അതിൻ്റെ വചനം പറ. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കാം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം 7:16. യോഹന്നാൻ സുവിശേഷം 7:16. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഈ ഉപദേശം വെളിപ്പെടാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരുടെ ഇഷ്ടം അറിയണം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മനുഷ്യൻ ആര് സമർപ്പിക്കുന്നുവോ അവർക്കാണ് എന്ത് വെളിപ്പെടുന്നത്? ഉപദേശം വെളിപ്പെടുന്നത്. ഓർക്കാം. ഒന്നാമത്തത് ദൈവത്തിൻ്റെ ഇഷ്ടം. സ്വന്തം ഇഷ്ടം വിട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് സമർപ്പിക്കുമ്പോൾ അവൻ എന്ത് വെളിപ്പെടും? ഉപദേശം വെളിപ്പെട്ടവൻ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം അനുസരിക്കണം. ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവനെ കർത്താവ് എന്ത് ചെയ്യുന്നു? ശുശ്രൂഷയ്ക്ക് തൻ്റെ ദാസനാക്കി ശുശ്രൂഷിക്കുന്നു. ഈ ശുശ്രൂഷയാൽ ലഭിക്കുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വിശുദ്ധീകരണവും നിത്യജീവനും. ഇത് രണ്ടും വയ്ക്കണം. ഇങ്ങനെ നിത്യജീവൻ പ്രാപിച്ചവനെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? തന്നോട് കൊടുത്ത് പാസ്സാക്കി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കാം. കാരണം ഉപദേശ രൂപം കൂടാതെ ഒരു മനുഷ്യനും ആ ശ്രേഷ്ഠമായ പദവിയിലെത്തുകയില്ല. അത് എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം സമർപ്പിച്ചാലും അത് നമുക്ക് നഷ്ടമല്ല. ഒരിക്കലും അത് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കാതിരിക്കാൻ ശത്രു പ്രവർത്തിക്കും. ആ പ്രവർത്തിക്ക് നമ്മൾ കീഴടങ്ങി കൊടുക്കരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വാക്കുകൾ, നമ്മൾ പഠിച്ച വചനങ്ങൾ എല്ലാവരും ഓർക്കണമെന്നുണ്ടെന്ന് നമ്മൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കാം. ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യോടൊന്നും പഠിക്കുന്ന 3 വിശേഷണങ്ങളാണ്. ഏതൊക്കെയാണ്? ഇല്ല, അറിയാവുന്നവർ പറയല്ലേ, അല്ലാത്തവർ പറ. ദൈവത്തെ സംബന്ധിച്ചുള്ള 3, അതിന് മാറ്റമില്ലാത്ത 3 കാര്യങ്ങൾ. ഇപ്പോൾ ദൈവം സ്നേഹമാകുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവം അങ്ങനെ പലതും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതൊക്കെയും അതിൻ്റെ വിശേഷണങ്ങളും അതിനെ വേറെ വിഷയങ്ങളാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് 3 കാര്യങ്ങൾ ഒരിക്കലും മാറിപ്പോകാത്ത, മാറ്റമില്ലാത്ത. ഏതൊക്കെയാണ്? 1 കാരണബോധൻ, അനാദി, ആദർശൻ. ഈ 3 കാര്യങ്ങളാണ്. അവനെ കാണാൻ പറ്റില്ല, പിന്നെ ആദിയില്ല, പിന്നെ അവൻ കാരണബോധനാണ് എല്ലാത്തിനും. സ്വർഗത്തിലൊരു സിംഹാസനം ഇരിക്കുന്നു. പെട്ടെന്ന് ചാടി പറയല്ലേ, ഞാൻ ഇവരുടെ ഉള്ളിലൊന്ന് നിക്ഷേപിച്ചോട്ടെ. ഞങ്ങൾ കൊളുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കെടാതെ സൂക്ഷിച്ചോളൂ. സ്വർഗത്തിലൊരു സിംഹാസനം ഇരിക്കുന്നു. നമ്മുടെ ദൈവമോ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ദൈവം സ്വർഗത്തിൽ എവിടെ ഇരിക്കുന്നു? 15 സംഖ്യത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാ? ദൈവപുത്രൻ. ദൈവപുത്രനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് മതി. സിംഹാസനത്തിൽ ഒരാളുടെ ഉള്ളില് എന്താ അറിയാം, പഠിപ്പിക്കാനല്ല, മനസ്സ് പൊഴിക്കാനാണ്. എന്നാലേ കയറുള്ളൂ. 2 കാര്യങ്ങളുണ്ട്. ഒരാളെ പഠിപ്പിക്കാൻ പറ്റും, വടിയും ഇതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് അത് യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് പൊഴിക്കണം. അതായത് നമ്മൾ മനസ്സ് തന്നെ പകർന്നു കൊടുത്താലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ: അനാദി, കാരണബോധൻ, അദൃശ്യൻ. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ അദൃശ്യനാണോ? ആണോ? അല്ല. കാരണബോധനാണോ? അല്ല. കാരണം അതിന് കാരണമുണ്ട്. പിന്നെ അനാദിയാണോ? പറയല്ലേ? അല്ലല്ല. വചനം പറ. അഹോവന്റെ വഴിയുടെ ആരംഭമായി എന്നെ ഉളവാക്കിയെന്ന ആരംഭോട്ടത്. അപ്പോൾ ഈ 3 കാര്യം. ഇപ്പൊ ഈ 3 കാരണങ്ങളാണ് ദൈവമാണോ? ധൈര്യമായിട്ട് പറയണം.
ഈ മൂന്ന് കാര്യങ്ങളിൽ ദൈവമല്ല. സംശയന പേടിക്കുന്നതിനാ. ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കൊള്ളണം, നമ്മൾ വെറുതെ പറയണമല്ലോ. പക്ഷെ അവിടെ നോക്കിയതിന് ശേഷം ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വാസം, അതായത് ദൈവത്വത്തിൽ തന്നെ ഉള്ള 4 കാര്യങ്ങളാണ് 4 ജീവികൾ. ഓർക്കണ്ടോ? ആ 4 ജീവികൾ, ഈ 4 ജീവികൾ അതിന് ചുറ്റും എന്താ? 24 മൂപ്പന്മാരും അതിന് ചുറ്റും ദൂതന്മാരും. ഇവരെല്ലാവരും ഈ ആളെ നോക്കിയതിന് ശേഷം എന്തെന്ന് വിളിച്ചിട്ടുണ്ട്? നീ സകലതും സൃഷ്ടിച്ചവന്, സൃഷ്ടികർത്താവെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്ഥാനം അവന് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെ കണ്ടോണ്ടാ? അതെന്ത് കണ്ടോണ്ടാ അവന് കൊടുത്തത്? സകലതും സൃഷ്ടിച്ചത് ഇവനാണ്, സൃഷ്ടി നടത്തിയത് ഇവനാണ്. രണ്ടാമത്തത്, എല്ലാ സൃഷ്ടിയിലും ഇവൻ്റെ ഇഷ്ടമാണ്. 2 കാരണങ്ങളാണ്. അപ്പോൾ സകല സൃഷ്ടിയിലും ഉള്ള ഇഷ്ടം ആരെയാ? ഈ ഇരിക്കുന്ന ക്ലാസ് എല്ലാവരും ഉള്ള സൃഷ്ടി ആരാ ചെയ്തേ? ഈ ആണ്. ഉളവായതൊന്നും ഇവനെ കൂടാതെ. അപ്പോൾ ആ കാരണങ്ങളാൽ അവൻ ആരാണ്? സൃഷ്ടികർത്താവാണ്. അപ്പോൾ എല്ലാവരും അവൻ എന്തെന്ന് വിളിച്ചു? സൃഷ്ടികർത്താവെന്ന് വിളിച്ചു. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വെച്ചിരുന്ന കല്ലറയുടെ അടുക്കൽ തോട്ടത്തിൽ വന്നു. മറിയ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി. നേരം വെളുത്തിട്ടില്ല. നോക്കിയതിന് ശേഷം കർത്താവിനെ കാണുന്നില്ല, ശരീരം കാണുന്നില്ല. അവിടെ ദൂതന്മാരുടെ വാക്ക് കേട്ടു. സ്ത്രീയെ നീ കരയുന്നതെന്താ എന്നൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ ഏതായാലും ശേഷം പുറത്തേക്ക് ഇറങ്ങി. അത് നോക്കിയപ്പോഴത്തേക്കും ഇരുട്ടുള്ള സമയമാണ്. ഒരാൾ നിൽക്കും. തോട്ടത്തിൻ്റെ യജമാനനാണെന്നാ ധരിച്ച്. ആ ആൾ ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നതെന്താ? എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. തോട്ടക്കാരനാണെന്ന് വെച്ചാൽ പറയുന്നത്. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. നീ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മറിയെന്ന് വിളിച്ചു. മറിയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ ഉടനെ പറഞ്ഞു റബൂനി എന്ന് പറഞ്ഞു. ഇവൾ ആരെയാ റബൂനി എന്ന് വിളിച്ചത്? യേശുവിനെ അല്ലേ? എന്ത് കണ്ടോണ്ടാ? ഏത് കാഴ്ച കണ്ടോണ്ടാണോ? പിന്നെ ശബ്ദം കേട്ടോണ്ടാണ്. അപ്പോൾ ഭൂമിയിൽ വന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളതാണ്, ഈ ആള് ദൈവമല്ല. ഏതൊക്കെ കാരണങ്ങളാ പറയാം? അവൻ ഭക്ഷണം കഴിച്ച് വളർന്നു. മരിച്ചതിന് ശേഷമൊക്കെ രക്തമല്ല അവിടെ വീണു പോയി. അവസാനം തുള്ളി രക്തം വരികയും ഈ ശരീരം എടുത്തുകൊണ്ട് കല്ലറയിൽ വെച്ചു. അത് ദൈവമാണോ? അങ്ങനെയും പറയുന്നവരുണ്ട്. അത് ദൈവമാണോ? ഇല്ല, ശരീരം ദൈവമല്ല. പിന്നെ അവനെ ധൈര്യപ്പെടുത്താൻ ദൂതന്മാർ വന്നു. അവൻ മനസ്സുകൊണ്ട് വ്യാകുലപ്പെട്ടു. യഹോവയായ ദൈവം അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ലെന്നാണ്. യഹോവയാണോ അത്? അല്ല. യഹോവയാണെങ്കിൽ അത് ഇല്ല, വ്യാകുലപ്പെടില്ല. എല്ലാവരും ശക്തിപ്പെടുന്ന അവനാ. മൂന്നാമത്തത്, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പോൾ ഈ മനുഷ്യാത്മാവിൽ സർവജ്ഞാനിയാണോ? നാളും നാഴികയും സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആൾക്കറിയായിരുന്നോ? ഇല്ല. അപ്പം അത് ദൈവമാണോ? മൂന്ന് കാരണങ്ങൾ ദൈവമാണോ? ഏത് കാരണങ്ങളൊക്കെ? മനുഷ്യാത്മാവ്, മനുഷ്യ ശരീരം, മനുഷ്യ മനസ്സ്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് അതാരില്ല ദൈവം. പക്ഷെ ഇവള് വിളിച്ചെന്താ? എന്ത് കേട്ടോണ്ട്? അപ്പം അവൾക്ക് ഈ ആളിൽ ദൈവം എന്ന് വിളിക്കപ്പെടാൻ, ദൈവം എന്ന് സംബോധന ചെയ്യാൻ ഇതിൽ 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ വിളിച്ചു. ബാക്കിയുള്ളതുണ്ട് 5 കാര്യങ്ങൾ. ഏതൊക്കെയാണെന്ന്? 1 ശബ്ദം, 2 ഇഷ്ടം. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പിന്നെ 3 ഞാൻ നാമം, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. 4 വചനം, ഞാൻ സംസാരിക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതല്ല. 5 പ്രവൃത്തി, ഞാൻ
എൻ്റെ പ്രവൃത്തിയല്ല. പിന്നെയോ, ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്തു മുഴുവൻ ആരുടെ പ്രവൃത്തിയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ട്, നീനുണ്ട്, തുറന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവനെ എന്തെന്ന് വിളിച്ചു? ദൈവം എന്ന് വിളിച്ചു. വിളിക്കാവോ നമുക്ക്? അവൻ ഏകദേശം ദൈവം എന്ന് വിളിക്കാലോ? വിളിക്കാം. യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ, ഒരു സംശയം എന്താ ചോദിച്ചത് മുമ്പ്? കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപദേശത്തെ സംബന്ധിച്ച് ഗ്രഹിക്കാനിടയായിട്ട് വന്നു. ഇനി അതിനെ സംബന്ധിച്ച് അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെ പരസ്യമായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് വ്യക്തിപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നാലും ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ തുടർന്നുള്ള ശുശ്രൂഷകളും നടത്തും. ഇനി അത് ശുശ്രൂഷിക്കുന്നത് റെക്കോർഡ് ചെയ്തേക്കും. അത് 2-3 പ്രാവശ്യം കേൾക്കുകയും വചനമായിട്ട് ഒത്തു നോക്കി സംശയം ചോദിച്ചത് ഉറപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ഒരാൾ സംശയം ചോദിച്ചത്, കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങൾക്ക് സകലതും, നിങ്ങൾ സകല സത്യത്തിന് വഴി നടത്തും ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കാര്യസ്ഥൻ പറഞ്ഞ ആരാ? പരിശുദ്ധൻ. ഈ കാര്യസ്ഥനും പരിശുദ്ധാത്മാവും തമ്മിൽ വ്യത്യാസം എന്താ? കാര്യസ്ഥൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാം, വെള്ളം എന്ന് പറയുന്നതും ജ്യൂസും തമ്മിൽ വ്യത്യാസം എന്താ? മുന്തിരി ജ്യൂസ് എന്ന് പറയുന്നതും വെള്ളവും തമ്മിൽ വ്യത്യാസം എന്താ? വെള്ളത്തിൽ മുന്തിരിയുടെ ചാറ് ചേർത്തതാണ് അല്ലേ? അപ്പോൾ വെള്ളം പ്ലസ് മുന്തിരി ചാറ്. ഇവിടെ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതലുണ്ടായിരുന്നു? ആരംഭം മുതൽ. അത് ആദാം മുതൽ ഉണ്ടായിരുന്നു. അത് വിവിധമായ ഘട്ടങ്ങളിലാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഇവിടെ വന്ന പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകമുണ്ട്. അതെന്താ പേര്? പെന്തക്കോസ്ത് നാൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താ? പറ. എൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെന്ന് വരുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് യേശു. അപ്പോൾ അതിനു മുമ്പ് യേശു ക്രിസ്തു എന്നല്ലല്ലോ. അല്ല. അപ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ ഇവിടെ വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താ? 1 Corinthians 15:45 പറയുന്നത് എന്താ? ഒന്നാമത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഒടുക്കത്തെ ആദം എന്ന് പറഞ്ഞാൽ ആരാ? പറയാം, എടുത്തേ. 15:45 എടുക്കും. എല്ലാവരും പറഞ്ഞ ഒരു മനസ്സിലാക്കട്ടെ. 15:45 1 Corinthians ലേഖനം 15-ാം അധ്യായത്തിന് 45-ാം വാക്യം. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പോൾ ഇനി കാണണം. അപ്പോൾ ഓർത്തോണം, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ്. കല്ലറയിൽ നിന്ന് എങ്ങനെ എഴുന്നേറ്റ്? മഹത്വത്തിൻ്റെ ആത്മാവിനാൽ, ഗ്ലോറിയുടെ ആത്മാവിനാൽ, പുത്രത്തിൻ്റെ ആത്മാവിനാൽ എഴുന്നേറ്റ് എങ്ങോട്ട് പോയി? പാതാളത്തിലേക്ക് വീണ്ടെടുപ്പ് സാധിച്ച് പഴയ വിശുദ്ധന്മാരുമായിട്ട് മുകളിലേക്ക് പോയി. ആ പോകുന്ന ഇടയിലാണ് ആരെ കണ്ടത്? മറിയെ കണ്ടത്. അതാ ഞാൻ പിതാവിൻ്റെ അടുക്ക് പോയിട്ടില്ല, എന്നെ തുടരുന്നു പറഞ്ഞു. ഇവരുമായിട്ട് നേരെ ഉയരത്തിലേക്ക് പോയി അവരെ ഒരിടത്ത് പാർപ്പിച്ച് നിർത്തിയതിന് ശേഷം യേശു മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു. സ്വർഗത്തിൽ ഒരു മന്ദിരമുണ്ട് കേട്ടോ. എവിടെയാ? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പട്ടണം ഏതാ? പറയാ, നീ പറ. ദൈവത്തിൻ്റെ പട്ടണം എന്ന് പറഞ്ഞാൽ ഈർ. എബ്രായ ഭാഷയിൽ ഈർ എന്ന് പറയുന്നതാണ് സിറ്റി, പട്ടണം. ശാലയം എന്ന് പറഞ്ഞാൽ സമാധാനം. ഈർ ശാലയം എന്ന് പറഞ്ഞാൽ ഈർ ശാലയം. അതാണ് ഈ യെരൂശലേം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പട്ടണം സ്വർഗത്തിലുണ്ട്, ഒരു മേളിലുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പട്ടണം
ആ പട്ടണത്തിന് നടുക്കൊരു പർവ്വതമുണ്ട്. ആ പർവ്വതമാണിത്, സിയോൻ പർവ്വതം. ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ് എന്താ, ഒരു വിശുദ്ധ മന്ദിരം. ആര് വസിക്കുന്നത്? നമ്മുടെ കർത്താവ് വസിക്കുന്നത്. ഈ കർത്താവ് വസിക്കുന്ന മന്ദിരത്തിൽ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരാളും കയറില്ല. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു മനുഷ്യനും കയറില്ല, ദൂതന്മാർ പോലും കയറില്ല. അതിന് അടുത്ത് വരെ ചെല്ലുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സമ്പൂർണതയാണ്. പക്ഷേ യേശു ലോകത്തിൽ ജീവിച്ചതിന് ശേഷം സ്വന്തം രക്തത്താൽ ഈ കൃപാസനത്തിലേക്ക് കയറി, അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി. അപ്പം കെരൂബുകൾക്ക് മധ്യേ കർത്താവ് ഇരിക്കുക. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുന്നത് മാനവരാശിയോടുള്ള ക്രോധമാണ്. എന്തെന്നറിയാം? എന്താ കാരണം? പാപം ചെയ്യുന്ന ദേഹി മരിക്കുക. ആദാം പാപം ചെയ്ത സമയം മുതൽ മനുഷ്യനോടുള്ള കോപം ഇവിടെ നിന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കൃപാസനത്തിൽ യേശു പോയി തൻ്റെ രക്തം അവിടെ തളിച്ചു. കുറ്റമില്ലാത്ത ഈ രക്തം കൃപാസനത്തിൽ വീണതോടുകൂടി ഇവിടെ ഈ ക്രോധം അസ്തമിച്ചു. ആരുടെ? ദൈവത്തിൻ്റെ ക്രോധം അവിടെ തീർന്നു. ക്രോധം തീർന്നതിന് ശേഷം ഈ ക്രോധം തീർത്ത ഈ യേശുവിന് ദൈവപുത്രൻ്റെ തേജസ് മാത്രമല്ല, യേശു പരിശുദ്ധാത്മാവിൽ യേശു ആത്മാവായി തീർന്നതോടുകൂടി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒടുക്കത്തെ ആദ്യം ജീവിപ്പിക്കുന്ന ആത്മാവ്, ഈ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവല്ല, അന്ന് മുതൽ ഈ പരിശുദ്ധാത്മാവിൽ എന്ത് ലയിച്ചിട്ടുണ്ട്? പാപപരിഹാര യാഗം കഴിഞ്ഞ് ദൈവകോപം ശമിപ്പിച്ച യേശു എന്ന മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവിലുണ്ട്. അതുകൊണ്ട് അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് വന്ന ആ സമയം മുതൽ ഈ യേശു ഇതിനകത്ത് ഈ പരിശുദ്ധാത്മാവിൽ ഉള്ളതുകൊണ്ട് ആ സമയം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു, ക്രിസ്തു യേശു എന്ന്. കാരണം അതിനകത്ത് ഇതുണ്ട്. ആരുണ്ട്? ക്രിസ്തു യേശു. ആ ആത്മാവാണ് ലോകത്തിലേക്ക് വന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷകന്മാരിൽ കൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവിനെയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവെന്നും ഇതിന് ശേഷം ഉള്ള ആത്മാവിൻ്റെ പ്രവർത്തനത്തെ കാര്യസ്ഥൻ എന്നും പറയും. സംശയം ചോദിച്ചു ഏതെങ്കിലും കാര്യത്തിൽ സംശയം. കാര്യസ്ഥൻ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തർക്കമല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. അല്ലാത്തപ്പോൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും പേര് ചോദിക്കുന്നതാണ്. പഴയ പരിശുദ്ധാത്മാവ് ആണല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകെ ഉത്ഭവിക്കുന്ന പ്രജ ദൈവോത്തരം എന്ന് വിളിക്കപ്പെടും. മറിയ എന്ന കന്യകയിൽ ഈ പരിശുദ്ധാത്മാവ് വന്നു. അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവോത്തരന്റെ നിഴലും വന്നു. അവിടെ നിന്നാണ് ക്രിസ്തു യേശു എന്ന മനുഷ്യ ജനനത്തിന്റെ ആരംഭം. അത് വിശദമായിട്ട് ചിന്തിക്കണം, നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലായെന്നുള്ളതിന് തെളിവുള്ളൂ. സംശയം വേണം. ആ സംശയം ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ചിന്തിക്കുമ്പോൾ സംശയമുള്ളത് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കണം. കാരണമുണ്ടല്ലോ, കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഞാൻ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ക്ലിപ്പ് വരെ എടുത്ത് പലയിടങ്ങളിലും അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവൻ ദൈവമല്ല എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള 3 കാരണങ്ങൾ. യേശു ദൈവമല്ല എന്ന് സ്ഥാപിക്കാനുള്ള 3 കാരണങ്ങൾ ഏതൊക്കെയാണ്? അവൻ്റെ മനുഷ്യ മനസ്സ്, മനുഷ്യാത്മാവ്, അവൻ്റെ മനുഷ്യാത്മാവ്, ശരീരം. ഈ 3 കാര്യങ്ങൾ. അതിനാൽ അവൻ ദൈവമല്ല. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് തീർന്നു. ഇത്രയും ഭാഗം ആ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൊണ്ടുവന്ന് കേട്ടി ശരിയല്ലേ? ഉണ്ടോ? ഞാൻ പണ്ടേ പറഞ്ഞു അദ്ദേഹം 2 ദൈവത്തിൻ്റെ ആളാണ്. അബദ്ധം വരാതിരിക്കാനാണ് പറയുന്നത്. ആരിളക്കിയാലും ഇളകിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന
യുക്തിസഹമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പറഞ്ഞ് ഉറപ്പിച്ചു കൊള്ളണം. നാളെ ഇളകിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ടാണ് ഏത് സമയത്തും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ സമയം എത്രമാത്രം ഇരിക്കുന്നു ഓർക്കണം. പോകുമ്പോഴും എല്ലാം രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഞാൻ ഈ ഒരു ഒറ്റ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സഭയിൽ ഉറച്ചു കിട്ടണം. നിങ്ങളുടെ ആരുടെയും പുകഴ്ചയോ ആരുടെയും പിന്തുണയോ നോക്കിയിട്ടല്ല, ഇത് ദൈവസഭയ്ക്ക് ഉറച്ചു കിട്ടണം. ശേഷാൽ ഇന്ന് അത് സാക്ഷ്യവും കൂടി പറയേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഞാൻ ഇവിടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും.